ഒരാളുടെ ജീവിതത്തിൽ ഷിർക്ക് സംഭവിച്ചാൽ അവൻ ഇസ്ലാം നിന്ന് പുറത്താണ്. ഷിർക്ക് സംഭവിച്ച 4 കാര്യങ്ങൾ സംഭവിക്കും. ഷിർക്ക് ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടായാൽ 4 കാര്യങ്ങൾ സംഭവിക്കും. ഒന്ന്, ഷിർക്ക് സംഭവിക്കുന്നതിലൂടെ ആ മനുഷ്യൻ കാലാകാലം നരകത്തിലാണ്. ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹുൻ നാർ. നരകം നിർബന്ധമാണ്, സ്വർഗം ഹറാമാണ്. 2, ഖാലിദം മുഖല്ലദം ഫീഹ. നരകത്തിൽ ശാശ്വതനായിരിക്കും, പുറത്തു വരൂല. മറ്റുള്ള തിന്മകൾ അങ്ങനെയല്ല. ഒരാൾ സിനാ ചെയ്തു, അല്ലെങ്കിൽ കട്ടു, മോഷ്ടിച്ചു, അല്ലെങ്കിൽ നിസ്കാരം ഒഴിവാക്കി, എന്തെങ്കിലും ഒരു തോന്നിവാസം ചെയ്തു, നാളെ നരകത്തിൽ പോകുന്നുള്ള കാര്യം സംശയമൊന്നുമില്ല. അവനക്ക് ശിക്ഷയുണ്ടാവും, അള്ളാഹ് പുറത്തു കൊടുത്തിട്ടില്ല എങ്കിൽ. ശിക്ഷ കഴിഞ്ഞാൽ, ശിക്ഷയുടെ കാലാവധി കഴിഞ്ഞാൽ സ്വർഗത്തിലേക്ക് മാറ്റും എന്നല്ലേ റസൂൽ പഠിപ്പിച്ചേ, അല്ലേ? റസൂൽ തങ്ങൾ പറഞ്ഞു, മുവഹിദായ ഒരു മനുഷ്യൻ ജീവിതം എന്തെങ്കിലും തോന്നിവാസം ചെയ്താൽ ആ തിന്മക്കനുസരിച്ച് അള്ളാഹു അവനെ നരകത്തിൽ ശിക്ഷിക്കും. ശിക്ഷന്റെ കാലാവധി കഴിഞ്ഞാൽ അള്ളാഹു ആ ചങ്ങനെ പുറത്തേക്ക് എടുക്കും. എന്നിട്ട് നെഹ്റുൽ ഹയാത്ത് എന്ന് പറയുന്ന ഒരു പുഴ സ്വർഗത്തിലുണ്ട്. ആ പുഴയിൽ നിന്ന് മുക്കിയെടുക്കും. നെഹ്റുൽ ഹയാത്ത് അല്ലെങ്കിൽ നെഹ്റുൽ ഹയ, രണ്ടും വന്നിട്ടുണ്ട് ഹദീസിൽ. ഒന്ന് മുക്കിയെടുക്കും. റസൂൽ തങ്ങൾ പറയാണ്, ആ നരകത്ത് നിന്ന് പുറത്തു വരുമ്പോ കത്തിക്കരിഞ്ഞ കരിക്കട്ട പോലെ ആയിരിക്കും ആ മനുഷ്യൻ. ആ മനുഷ്യൻ അള്ളാഹു ആ പുഴയിൽ ഒന്ന് മുക്കിയെടുക്കും. എടുക്കുന്ന സമയം മഴക്കാലത്ത് പുഴയുടെ അല്ലെങ്കിൽ തോടിന്റെ സൈഡില് വക്കത്ത് വരുന്ന പച്ച പുല്ല് പോലെ, പുല്ല് മുളക്കുന്നത് പോലെ അവൻ ഒരു പരിശുദ്ധ മനുഷ്യനായിട്ട് പുനർജനിക്കും. എന്നിട്ട് അള്ളാഹുവിനെ സ്വർഗത്തിലേക്ക് കടത്തും. ഇതാണ് ഷിർക്കല്ലാത്ത മറ്റ് തിന്മകൾ ചെയ്താലുള്ള അവസ്ഥയെ സംബന്ധിച്ച് റസൂൽ പറഞ്ഞത്. എന്നാൽ ഷിർക്ക് സംഭവിക്കുകയാണെങ്കിൽ പിന്നെ തിരിഞ്ഞു നോട്ടമില്ല, കാലാകാലം നരകത്തിലാണ്. മനസ്സിലാകുന്നുണ്ടാ? 2 ഒന്ന് നരകം ഹറാം, നരകം ശാശ്വത. 2 സ്വർഗം ഹറാം. 3 അവന്റെ അമലുകളെല്ലാം ബാത്തിലാണ്, അമലുകളെല്ലാം ബാത്തിലാണ്. ഒരു ഷിർക്ക് ചെയ്യുന്ന ആള് 60-70 വർഷം ജീവിച്ചു. പ്രായപൂർത്തിയായതിനു ശേഷം ഒരു 55 വർഷം അദ്ദേഹം ജീവിച്ചിട്ടുണ്ട്. ഈ 55 വർഷം അദ്ദേഹം ഹജ്ജിന് പോയിട്ടുണ്ട്. ഈ 55 വർഷം അദ്ദേഹം സക്കാത്ത് കൊടുത്തിട്ടുണ്ട്. ഈ 55 വർഷം അദ്ദേഹം 5 നേരം പള്ളിയിൽ ചെന്ന് ജമാഅത്തായി നിസ്കരിച്ചിട്ടുണ്ട്. ഈ 5 നേരം ഈ 55 വർഷം അദ്ദേഹം റമദാൻ മാസം നോമ്പെടുത്തിട്ടുണ്ട്. ഷിർക്ക് ചെയ്ത മനുഷ്യനാണ്. ഈ പറയപ്പെട്ട അമലുകൾ ഒന്നും അയാൾക്ക് എന്ത് ചെയ്യൂല, ഉപകാരപ്പെടില്ല. എല്ലാം ബാത്തിലാണ്, എല്ലാം ബാത്തിലാണ്. 3 4-മത്തത്, അള്ളാഹു ഷിർക്ക് ഒരിക്കലും പുറത്തു കൊടുക്കൂല. മറ്റുള്ള പാപങ്ങൾ അള്ളാഹു ചിലപ്പം അള്ളാഹു ഇഷ്ടമുള്ളവർക്ക് പുറത്തു കൊടുക്കാം. ചില അമലുകൾ ചെയ്തതിന്റെ പേരിൽ തിന്മകൾ മായ്ച്ചു കൊടുത്തേക്കാം. പക്ഷേ ഷിർക്ക് സംഭവിച്ചാൽ തൗബ ചെയ്യാതെ അള്ളാഹു അത് പുറത്തു കൊടുക്കൂല. ഈ 4 കാര്യങ്ങളാണ് ഷിർക്ക് സംഭവിച്ചാൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് വരുന്നത്.